ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നൂലപ്പവും മുട്ടക്കറിയും പിന്നെ നമ്മളുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ, സ്വീറ്റ് പൊട്ടാറ്റോ. ഇന്നാണ് ലാസ്റ്റ് ഈദ് ഹോളിഡേ. ഇത് കഴിഞ്ഞ് നമ്മൾ നാളെ മുതൽ പതിവ് പോലെ ബാക്ക് ടു നമ്മൾ ഓഫീസിലേക്ക് പോയി തുടങ്ങണം. 4 ദിവസത്തെ ലോങ് ഹോളിഡേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കിസീസിലുള്ള നെയ്ച്ചോറ് കടയ്ക്കാണ് വന്നത്. നെയ്ച്ചോറ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചേട്ടാ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഈ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കാട്ടി കൊടുത്തുവിടെ അൺലിമിറ്റഡ് ഫുഡിക്കും കിട്ടും അമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സമയത്ത് ഫുഡിക്കും വീട്ടിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവിടെ കയറാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വെച്ച് ഉച്ചയ്ക്ക് ചോറൊന്നും വെക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നെയ്ച്ചോറ് കടയ്ക്ക് വന്നു. അമ്മ അതേ നെയ്ച്ചോറ് വിത്ത് മട്ടനാണ് പറഞ്ഞേട്ടോ. ചേട്ടൻ നെയ്ച്ചോറ് വിത്ത് ബീഫാണ് പറഞ്ഞത്. 3 പേർക്കും 3 കേട്ടോ. 3 കറികളാണ് ഇഷ്ടം. അമ്മയ്ക്ക് മട്ടൻ കറിയും ചേട്ടന് ബീഫ് കറിയും, എനിക്കാണെങ്കിൽ ചിക്കനാണ് കേട്ടോ. ഞാൻ ഇത് രണ്ടും കഴിക്കില്ല. അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് വിത്ത് ചിക്കൻ കറി നോക്കിയപ്പോൾ ചിക്കൻ കറി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേട്ടാ. ഉണ്ണികൾക്ക് 2 നെയ്ച്ചോറിൽ നിന്ന് റൈസും പിന്നെ അവർക്ക് ഒരു ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്കും ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഇറങ്ങിയത് കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ അധികം നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ കടയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുഞ്ഞിപ്പാറിനും കുഞ്ഞാറ്റേറ്റും ഫേവറേറ്റാണ് ഇങ്ങനെ 1 രൂപയുടെ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കണത്. ഒരു മിഠായിനേക്കാളും അവർക്ക് ഇഷ്ടം അത് ഇങ്ങനെ പൈസ ഇട്ടിട്ട് മിഠായി ഇങ്ങനെ കറങ്ങി വരുന്നത് കാണാനാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു വിശ്രമം അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു നല്ലൊരു മരക്കുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ താഴെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാരണം ഫോട്ടോയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് മദീന മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ മദീന മാളിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞി കുപ്പി ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് എടുത്തു. 4 ദിവസം മുടക്ക് കിട്ടിയപ്പോൾ നമ്മൾ കുറേ സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല. അത് പിന്നെ അങ്ങനെയാണ് കേട്ടോ. എന്താണോ കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും നടക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ.